അപ്പോ അമാനുഷികം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെയധികം വ്യത്യസ്തമാർന്നൊരു സാറിന്റെ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ ചെറിയൊരു വേഷം ചെയ്യാനായിട്ട് വന്നത്. സാറിന് വെച്ചാൽ ഒത്തിരി സന്തോഷം. സാറിന് നമ്മുടെ ഫസ്റ്റ് സിനിമ ചേഞ്ചിന്റെ ഓഡിയോ ലോഞ്ചിൽ തന്നെ സാർ ഒരു വാക്ക് വന്നിരുന്നു. എന്താ പറയാ, കേരളത്തിൽ സാർ വിശ്വസിച്ച് പോകുമെന്നാണ് തോന്നുന്നത്. ഏറ്റവും അമാനുഷികമായിട്ട് എന്തോ കഴിവുള്ളതുകൊണ്ടാണ് ചോദിച്ചു പറഞ്ഞത്. എന്തായാലും നീല ചേച്ചി അതുപോലെ എല്ലാവരെയും കാണാൻ ദൈവം വീണ്ടും ഇടയാക്കി. പിന്നെ അതുപോലെ തന്നെ ഈ അമാനുഷികവും വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു വിഷയമായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ തിരക്ക്, ഹോസ്പിറ്റൽ കേസ്, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. സുന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് നമ്മളിങ്ങനെ പുള്ളിക്കാരുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്നാണ് ചേച്ചി ഇതിനെതിരെ പ്രതികരിക്കുന്നതെന്ന് കരുതിയപ്പോഴാണ് ദേ കിടക്കുന്ന ഒരു പൂജയ്ക്കാണ് അങ്ങനെ ചേച്ചി രംഗത്ത് വന്നിരിക്കുന്നത്. കൊള്ളാം. ഇത്രയും വലിയ വിഷയങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഓരോ വ്യക്തികൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ പൂജയൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ പല കാര്യങ്ങളൊക്കെ മീഡിയക്കാർ ചോദിച്ചിട്ട് പോലും നോ കമൻറ്റ്സ് എന്നുള്ള രീതിയിലാണ്. ഇന്ന് എനിക്ക് മമ്മൂട്ടിയുടെ ബ്രൈറ്റ് റേറ്റ് മൂവി കണ്ട സമയത്തും മമ്മൂട്ടി പറയുന്നുണ്ട് നോ കമൻറ്റ്സ് എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യം ഞാനിപ്പോൾ ആലോചിച്ച് പോയത്. മൂവി എല്ലാവരും പോയി കാണണം കേട്ടോ, കിടുപടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഈ കൂട്ടത്തില. ഓക്കെ, അപ്പോൾ ഈ രേണുവിനെ കണ്ടുവിടാത്തവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. ഒരു ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ തരിക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, അങ്ങനെ ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്, കാണാം. എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിയത്? സിനിമയിൽ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബിഗ് ബോസിലായിരുന്നു. ഇതിൽ വന്നു അങ്ങനെ ചെറിയ ക്യാരക്ടർ ചെറിയ വേഷം ചെയ്യാൻ വന്നു. എല്ലാവരെയും കണ്ട് ചേച്ചി കണ്ട സാറിനെ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുങ്ങിട്ടേ ഇല്ല, ഇങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഓർഡറൊക്കെ ഇട്ടിട്ട് വന്നു. ഇത് ദയാഗായത്രി അറിയാമായിരിക്കുമല്ലോ. ഞാനവരെ എൻ്റെ പേഴ്സ് കൊടുത്തെന്നാണ് പറയുന്നത്, എൻ്റെ കൂട്ടുകാരൻ. അങ്ങനെ വേറൊരു പേരിൽ ഞാൻ അവരെ പറയുന്നില്ല. ദയാഗായത്രി ED എനിക്കറിയാം. അതിന് ദയാഗായത്രി തന്നാണ്. ഇവരുമായിട്ട് നല്ല കൂട്ടാണ്. എത്രാമത്തെ സിനിമയാണിത്? ചെറിയിട്ടില്ല, ഒരു സിനിമ ഇറങ്ങാൻ OTT 5 പടവും ഞാൻ ഇതുവരെ രേണുസുതി ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല. ഇവരുടെ ഷോർട്ട് ഫിലിമാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. എൻ്റെ എന്തോ കാറ്റായിരുന്നു. ഈ അടുത്ത സമയത്ത് ആലപ്പുഴ പോയിട്ടൊരു വിഷയങ്ങളുണ്ടായിരുന്നല്ലോ. ഇവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴ വെച്ചുള്ള. അതിൻ്റെ ഷോർട്ട് ഫിലിമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ രേണു ഇന്നലെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് എന്തോ പോയോ, എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. എങ്ങാണ്ട് പദ്യം പറയുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കിടന്ന് കടൽ തീരത്ത് കിടന്ന് ഓടുന്നുണ്ട്. ഇതൊക്കെയുള്ളു നമ്മൾ ആ മീഡിയ കണ്ട സാധനം ഇതിനേക്കാൾ വേറെയുണ്ട്. പിന്നെ ആ മീഡിയക്കകത്ത് എന്താ പറയട്ടെ, ഈ ഓൺലൈൻ വീഡിയോസുകാർ പുറത്തു വിട്ടതിൻ്റെ ചില വീഡിയോസുകളൊക്കെ അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് ഇവരെന്തോ ഷൂട്ടാണ് ചെയ്തത്, എന്തോ എഡിറ്റാണ് ചെയ്തത്. ചുമ്മാ തട്ടിക്കൂട്ടി ഒരു പരിപാടി പോലെ എനിക്ക് ഫീൽ ചെയ്തത് കണ്ട. പിന്നെ അതിൻ്റെ ഒറിജിനൽ വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ ഡയറക്ടറിൻ്റെ സംസാരം പക്വതയുള്ള രീതിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ ആനക്കാര്യം അവന്മാർ ചെയ്യുന്നത് ഞാൻ കരുതി. ആനക്കാര്യം ഒരു തേങ്ങയില്ല.
ചേഞ്ച്, നിശ്ചയം, അമാനുഷികം. 5ാമത്തെ സിനിമ സിനിമ വരുന്നുണ്ട്. പിന്നീട് എന്തൊക്കെയാ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ? അമാനുഷികമല്ലേ, എല്ലാം അടിപൊളിയായിട്ട് കണ്ടിട്ട് നിതീഷ് കെ നായർ സാറാണ് സാറിന്റെ പടമെല്ലാം ഇപ്പം എനിക്ക് തോന്നുന്നു ചെയ്ത് അടുത്ത മാസം ഇറങ്ങും. അത് കാലിബ്രേഷൻ കണ്ടിട്ടില്ല, പെട്ടെന്നാണ് വിളിച്ചത്. പെട്ടെന്ന് ഇവിടെ വന്നാണ്. അല്ല, നേരത്തെ പറഞ്ഞാണ്, പക്ഷെ കാലിബ്രേഷൻ പറയുന്നത് സാറിന് സമയമില്ലാന്ന് എനിക്ക് സമയമില്ലായിരുന്നു ഫോണിൽ കേൾക്കാൻ, നേരിട്ട് സംസാരിക്കാൻ നോക്കും. കാലിബ്രേഷൻ കണ്ടിട്ടില്ല. പഴയ പോലെ ഇപ്പോഴും ബിസി തന്നെയാണ്. പുതിയ മാലയാണത്. അതെ, സ്വർണം റോസ് ഗോൾഡ് രേണുവിനെ വാങ്ങിച്ചാണ്. നേരത്തെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മേടിച്ചത്. അതെ, പഴയ പോലെ ഇപ്പോഴും എത്ര വിലയുണ്ട് ഇതിന്? 5 ലക്ഷം രൂപ. 3 ലക്ഷം. മീഡിയക്കാർ ഗോൾഡിന്റെ വില ചോദിച്ചപ്പോഴേ മനസ്സിലായി കാര്യം എന്തൊക്കെയാണെന്ന്. സ്വർണ്ണക്കടത്ത്, കൊള്ളക്കടത്ത് എന്തൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്തായാലും അതിന്റെ കേസും കാര്യങ്ങളും ഈ കംപ്ലൈൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നടക്കട്ടെ. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞ രേണു ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്, രേണു ഇങ്ങനത്തെ ഒരാളല്ല, രേണുവിനെ പേടിക്കണം എന്നൊക്കെയുള്ള കമന്റ്സുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കണം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ, രേണു സുധിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നിങ്ങളൊന്നും ചെയ്യാതെ നോക്കണേ എന്നൊക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവളൊക്കെ എന്ത് ചെയ്യാനാ, അത് വേറെ കാര്യം. സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ? ചെറിയ മാലയല്ലേ, ഓച്ചാണല്ലോ. ഇനി എപ്പോഴും രേണു പുറത്തോട്ട് എപ്പോഴും പോകുന്നില്ല. ഞാൻ കഴിഞ്ഞു. ഇനി പഠിത്തണ്ടോ? യുദ്ധം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ, നാണം കെട്ട നാറി. അല്ല എന്താ പറയാ, യുദ്ധ സമയത്താണ് അറിയാലോ. ഈ യുദ്ധ സമയത്ത് എങ്ങനെ രേണുസുതി അവിടെ പോയി? നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ യുദ്ധം നല്ല രീതിയിൽ പ്രശ്നമായിരിക്കുന്ന സമയത്താണ് രേണു ദുബായിലോട്ട് പോയത്. നമുക്കിതെല്ലാം അറിയാം. എന്നിട്ട് ഇനി യുദ്ധം കേട്ടത്തില്ലെങ്കിൽ കേട്ടത്തില്ലെന്ന് അത് പറ. പുറത്തോട്ട് യാത്ര എന്നോടുള്ള യുദ്ധം കഴിഞ്ഞില്ല, ഞാൻ കഴിഞ്ഞിട്ടേ പോകും. അതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഷിയാസ് കരീമിന്റെ അടുത്ത സുഹൃത്താണല്ലോ. അപ്പൊ ഷിയാസ് കരീമിനെ കുറിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് രേണുവിന്റെ ഒരു അഭിപ്രായമുണ്ട് പേഴ്സണലി? ഷിയാസിനെ സുചേട്ടൻ ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഷിയാസിനെ സുചേട്ടനുള്ളപ്പോൾ തൊട്ടേ അലിയപ്പെട്ടാന്നാണ് സുചേട്ടൻ എന്നോട് പറയുന്നത്. എനിക്കും എന്നെക്കാളും 2-3 വയസ്സിന് മൂത്താണെന്ന്, എങ്കിൽ പോലും എനിക്കും ഷിയാസ് അലിയപ്പെട്ട് തന്നെയാണ്. എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ പിന്നെ എന്നെ പറ്റി കണ്ടു പെർഫെക്റ്റ് ആണ്. എല്ലാവരും പെർഫെക്റ്റ് ആയതുകൊണ്ട് പിന്നെ ആർക്കും നേരെ കഴിച്ചുകൊണ്ടാണ്. സത്യം എന്താണെന്ന് അറിയട്ടെ. ഷിയാസിന്റെ ഫാമിലി എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം എന്നെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ഒരു ചാറ്റ് പുറത്ത് കിട്ടുന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. എന്താ സംഭവം ഇതിനകത്ത് എന്താണ് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്ന നിലയ്ക്ക് എനിക്കതാ പറയാൻ പറ്റുന്നത്. എന്നെ നേരിട്ട് ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണുമോ, ചായ കുടിക്കണം, നമുക്ക് എന്താ പറയാ ചേച്ചി ഞങ്ങളുടെ ഒരു ഡ്രൈവിന് വരും, ഓക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. എനിക്ക് എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്ന് എനിക്കറിയത്തില്ല. ചാറ്റ് ആരാണ് പുറത്തു വിട്ടത്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണ്, ഞാനത് കണ്ടുപില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടുപിടിക്കും, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, അങ്ങനെ ഞാൻ പറയുന്നില്ല. ആ ചാറ്റിനകത്ത് അങ്ങനെ വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. പിന്നെ ഈ ചാറ്റ് പുറത്തുവിട്ട വ്യക്തിയുടെ തന്നെ ഒരുപാട് ചാറ്റുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അന്ന് അവർ പുറത്തു വിടട്ടെ. നമ്മുടെ കയ്യിൽ അങ്ങനെ ചാറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവരുടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു വിടുന്നതായിരിക്കും നല്ലത്. നമ്മളായിട്ട് ഇപ്പം എന്തോ പറയാനാ. എനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന് ആവശ്യമുണ്ട്, പ്രോഗ്രാം ആവശ്യമുണ്ട്, മാനേജറെ കോൺടാക്ട് ചെയ്യും. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. പൊതുവെ ഒരു സംസാരമുണ്ട്, രേണുവിനോട് ചാറ്റ് ചെയ്ത് രേണുവിനെ കൊണ്ടുവരുന്ന് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ടോക്ക് പൊതു നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് രേണുവിന് പറയുന്നത്? അല്ല, ഏത് രീതിയിലാണ് രേണുവിന്? ഒരു അക്ബറിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. എല്ലാ സെലിബ്രിറ്റീസും ആ ബിഗ് ബോസിലുള്ളവരുണ്ടായിരുന്നു, രേണു മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്താ റീസൺ? പള്ളിന്റെ ചോദിച്ചു ഞങ്ങൾ പോകാനിരുന്നു, എന്തായാലും ലേറ്റ് ആയിരുന്നു, അങ്ങനെ പറ്റിപ്പോയി. പിന്നെ പോകാനുള്ളൊരു മാർഗം വിളിച്ചതാണ് അക്ബറെ രേണു വിഷയങ്ങൾ നമ്മൾ ബിഗ് ബോസ് ചർച്ച ചെയ്തതാണ്. ആ സമയത്ത് അക്ബർ ഈ പറഞ്ഞ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് രേണുവിന് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നത്.
അതവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. നമ്മളൊരു ബിഗ് ബോസിന്റെ റിവ്യൂ ഇടുന്ന സമയത്ത് ഒരു മാന്യത കാണിക്കണം. ഞാൻ അതുപോലെ നല്ല രീതിയിൽ കാണിച്ച് ഇവർക്ക് നല്ല സപ്പോർട്ടായിട്ട് സംസാരിച്ചു ആ ഒരു കാര്യത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ചേച്ചി പിന്നെയും ചേച്ചിയുടെ തനിക്ക് ഉണം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളതിന് വേറെ കണ്ട് മറുപടി പറയാണ്ടൊക്കെ ചെയ്ത് അത് പിന്നെ സോഷ്യൽ മീഡിയ വേറെ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ ലാലേട്ടൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അക്ബറിനോട് താക്കിയതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് പോസിറ്റീവ് വന്നത് അവിടെ ഒരു ഇവിടത്ത് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. സീസണിൽ എല്ലാരും തന്നെ അവിടെ ഉണ്ടായിരുന്നു, മാത്രമാണ് കാണാനില്ലാത്ത. രേണു നമ്മുടെ കിച്ചു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഋതുപ്പിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പോയി. രേണു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും അത് നടന്നത്? എന്നെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. അമ്മ ഞാൻ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാണ് നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രം സേവ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ വിളിച്ചു അമ്മ ഞാൻ കുഞ്ഞിനെ കൊണ്ടൊക്കെ പുറത്ത് പോയിക്കോട്ടായിരുന്നു. ഞാൻ പോയിട്ട് നിന്റെ അനിയനെ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോകുന്നതാണ്. അമ്മ എപ്പോഴാണ് വരുന്നത്? അപ്പം ഞാനിവിടെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് കൊണ്ടുപോകും, ഞാൻ വരാം ഉച്ചയ്ക്ക് വരാം. ഓക്കെ അമ്മ. പപ്പായോട് ചോദിച്ചപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല, അപ്പനോട്. അപ്പം പറഞ്ഞു ഞാൻ പപ്പായെ വിളിച്ചോളാം. അപ്പം അവനെ വിട്ടു. ശരി, അങ്ങനെ അവൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്നെ കൊണ്ടുവരാൻ വേണ്ടി. അതാണ് പപ്പ ആദ്യം അടിച്ചത്, ഇത് വേറെ കൊണ്ടല്ല. രേണുവിനോട് സാധാരണ എല്ലാവരും ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ ദേഷ്യവും ഈ കിച്ചുവിന്റെ കേസ് കേട്ട് അറിയാലോ ഏതാ വിഷയം. ഈ 2-3 ദിവസം മുതൽ ഋതുപ്പിനെ വണ്ടി വെച്ച് കൊണ്ടുപോയ കേസ് കേട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ. അതെല്ലാം ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും സജിന ഉൾപ്പെടെ വന്നിട്ട് എന്തായാലും രേണുവിൻ്റെ മോനല്ലേ, എന്തോ കിച്ചു കാണിച്ചത് നല്ലതാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയോ ചെയ്തത്. പക്ഷെ പല ആൾക്കാരും വിചാരിച്ചത് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുന്നതാണ്. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചത്. തങ്കു ചിലപ്പോൾ അവനെ മലത്തിയടിക്കുമെന്നൊക്കെ കരുതി. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അത് വേറെ കാര്യങ്ങൾ. അത് അവർ നൈസായിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്തു. ഇപ്പം എന്താണെന്നറിയത്തില്ല, ഇവർ ഓരോ കാര്യങ്ങൾ പക്വതയായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് സാധാരണ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുരു പൊട്ടി വന്ന് തന്തയ്ക്കും തിളയ്ക്കും വിളിക്കുന്ന രേണു ഇപ്പോൾ വിളിക്കുന്നില്ല. രേണു ഭയങ്കര സൈലൻസ്. ഈ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈ വ്യക്തിയെ കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്യുന്നില്ല, അല്ലേ? ഇപ്പം ആ ഒരു പഴയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഒരു മനുഷ്യർക്കും ഇല്ല. ആ ഒരു കോണ്ടന്റിന് ഇല്ലേ സത്യം ഈ ഒരു കോണ്ടന്റിന്. രേണുസുധിയുടെ ഈ ഒരു കോണ്ടന്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പ്രസവിച്ചിട്ടില്ലോ, എൻ്റെ മകൻ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മന്ന് വിളിച്ചിട്ട് ഞാൻ ഇന്നും അവൻ്റെ അമ്മ തന്നെയായിരുന്നു. എന്നെ അമ്മന്ന് വിളിക്കുന്നതാണ് പോലെ ഞാൻ ഇന്നും അവൻ്റെ അമ്മ സാധാരണ വിവാദമായ സംഭവം ഉണ്ടായിരുന്നു. ഈ ഗർഭിണികള് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കിലോ ഇടിക്കുന്നുള്ളത്. 2 കിലോ അരി വരെ എന്താ ഇടിക്കുന്നുള്ളത്. അതായത് രേണു ചേച്ചി ഒരു അമ്മയല്ലായിരുന്നു. അപ്പൊ ഈ ഗർഭിണികളായിരിക്കുമ്പോൾ തന്നെ എന്റെ 2 പേരുടെ അമ്മയാണ്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്, വേദന. നിങ്ങളൊന്നും ഈ ആണുങ്ങളൊന്നും ഉദ്ദേശിക്കില്ല, അല്ലെങ്കിൽ അഖിൽമാരോട് പറഞ്ഞ പോലത്തെ സാധനമല്ല അതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീ ആകണം. പ്രസവം പറഞ്ഞത് സ്ത്രീയാണ്. ആരെ കൊണ്ടും പറഞ്ഞു വയ്ക്കാൻ പറ്റാത്ത ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഏറ്റവും വലിയൊരു ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹീതമായിട്ടുള്ളൊരു നിമിഷമാണ്. അതൊന്നും അഖിൽമാരാർ പറഞ്ഞ പോലെ മറ്റേ ഇതിടിച്ചൊന്നും ഒരലിടിച്ചൊന്നും അത്ര ഇതും ഈസി അല്ല. അഖിൽമാരാർ പറഞ്ഞ അതല്ല, പണ്ടത്തെ പ്രസവം വളരെ ലാഘവത്തോടെ വളരെ ഈസി ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഹോസ്പിറ്റലുകൾ ഉള്ളത് കൊണ്ട് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആയി അത് ഹോസ്പിറ്റലിന് വേണ്ടി സഹായകമാക്കാനുള്ള രീതിയിലാണ്. പണ്ടത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ഉള്ള കാര്യം. ഇപ്പൊ ഹോസ്പിറ്റലുകൾ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ചെയ്തത് പോലുമില്ല. ആ ഒരു വിഷയത്തിലാണ് ഈ കോമഡി പീസാണ് പുള്ളിക്കാരൻ്റെ കാര്യം. എന്താണെന്ന് വെച്ചാൽ പിന്നെ പണ്ടത്തെ കാലം പോലല്ല ഇപ്പം ഒരുപാട് എന്താ പറയണ്ടേ ഫെസിലിറ്റീസും അതും ഇതും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനുഷ്യർ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അന്നിപ്പോൾ അടുത്ത് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അന്ന് എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനൊന്നുമല്ല. ഇപ്പോൾ സുഖജീവിതമൊക്കെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഒരു സ്ഥലത്ത് വന്ന് എങ്ങനെ ഇരുന്ന് സംസാരിക്കണം, സ്വന്തം ഭാര്യയാണെങ്കിലും മോശമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ഈയിടെ സ്ഥിരം പരിപാടിയാണ്. പണ്ട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ എനിക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ. ഈ അഖിൽമാരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഈ മീഡിയക്കാർ വന്നിട്ട് രേണുവിനോട് ചോദിച്ചതാണ് അതിനെ ഏറ്റവും വലിയ കോമഡി. പറ്റിയ സാധനത്തിനോട് തന്നെ അമാരാൻ്റെ ചോദിക്കുന്നത്. അമ്മൂമ്മമാരൊക്കെ വീട്ടിലാണ് പ്രസവിക്കാറുള്ളത്. അന്ന് ഹോസ്പിറ്റൽ സൗകര്യം ഇല്ലായിരുന്നു കൊണ്ടാണ്. ഇന്നിപ്പോ മുട്ടിന് ഹോസ്പിറ്റലല്ലേ. ഒരു
ആംബുലൻസിന്റെ നമ്പർ വിളിച്ചാൽ ആംബുലൻസ് കൊണ്ട് കൊണ്ടുപോകത്തില്ലേ? എല്ലാം നമുക്ക് കാറുണ്ട്. രേണുവിന് തോന്നുന്നുണ്ടോ പണ്ടത്തെ പ്രസവം ഈസി, ഇപ്പോഴത്തെ പ്രസവം കുറച്ചും കൂടി ടഫായിട്ട് തോന്നുന്നുണ്ടോ? രണ്ടും ഒരു പ്രസവം തന്നെ പ്രസവം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രസവിച്ച ഒരു അമ്മയാണ്, നോർമൽ ഡെലിവറി ചെയ്തൊരു അമ്മയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് പണ്ടും ഇപ്പോഴും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരിക്കലുമല്ല. ഞങ്ങൾ ടീച്ചർ പായ എന്ന് പറഞ്ഞ ഷൂട്ടിൽ എത്ര വർഷം 5-10 വർഷം മുന്നേ ടീച്ചർ പായ എന്ന് പറഞ്ഞ ഷൂട്ട് വടക്കാഞ്ചേരിയിൽ സുധിച്ചേട്ടൻ അതിനകത്ത് ഒരു മെയിൻ ക്യാരക്ടർ വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും കിച്ചു, എന്നെയും കിച്ചു, ഋതപ്പൻ എന്നില്ല, കിച്ചുവിനെ എന്നെയും കൂടെ കൊണ്ടുപോയാണ് ഷൂട്ടിന്. ഞങ്ങളൊരു 10 ദിവസം ഒരുമിച്ചായിരുന്നു. അപ്പം നമ്മുടെ ലീല ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ തമാശ പറയുകയും ഭയങ്കര കൂട്ടായിരുന്നു. അതാണ് ഞാനിപ്പോ പിന്നെ രണ്ടാമത് കാണുന്ന സുധിച്ചേട്ടന്റെ മരണ സമയത്ത് ആദ്യം ഓടിയെത്തിയ ചേച്ചിയാണ്. എനിക്ക് പറയുന്ന ഇമോഷനാണ് ചേച്ചിയോട് ഞാൻ സംസാരിച്ചത്. ചേച്ചി ഫുൾ സപ്പോർട്ടാണ് അന്ന് പോലെ. അപ്പൊ അന്ന് ഞാൻ ചേച്ചിനെ കണ്ടാണ് തിരുത്തറപ്പായി. അതുപോലെ നമ്മുടെ കലക ശശി സാറുണ്ടായിരുന്നു സിനിമയിൽ. അപ്പൊ ഞങ്ങളെല്ലാം അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ക്യാരവാനിലൊക്കെ എത്തിയിട്ടുള്ളത്. പിന്നെ ക്യാരവാനിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇളയതളപതിയാണ് നമ്മുടെ വിജയാണ്. വിജയിച്ച് വന്ന് തമിഴ്നാടിനെ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിജയിച്ച് വന്ന് നയിക്കട്ടെ, സന്തോഷമല്ലേ. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സിനിമയിൽ ഒരു ഗ്രാമത്തെ നയിക്കുന്നത്, നേതാവായിട്ട് നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഗ്രാമത്തെ നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിജയവാനാണെന്ന് തോന്നുന്നു കേട്ടോ രേണുസുതി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഓക്കെ, ജസ്റ്റ് ഒരു കോണ്ടന്റ് മാത്രമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകുന്നതേ ഉള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും എൻ്റെ സംസാരത്തിലൊക്കെ ഒരു വലിയ വ്യത്യാസമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.